സംഘടനയുടെ മുൻ മാനേജറായ അതുല്യ ഗുരുതര ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരൻ നൽകിയ വ്യാജവും അപകീർത്തികരവുമായ ആരോപണങ്ങൾ ഉന്നയിക്കാൻ സുരക്ഷാ ജീവനക്കാരെ നിർബന്ധിച്ചുവെന്നാണ് അവർ ആരോപിക്കുന്നത്. സംഭവത്തിൽ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ ഉദ്യോഗ പരാതി നൽകിയതായും അവർ അറിയിച്ചു. അതോടൊപ്പം പുറത്തുവന്ന ഫോൺ സംഭാഷണത്തിന്റെ ഓഡിയോ റെക്കോർഡിംഗ് വിവാദങ്ങൾക്ക് കൂടുതൽ ശക്തി പകരുന്നതാണ്. ഇതേസമയം സംവിധായകൻ ആലപ്പി അഷ്റഫ് തന്റെ യൂട്യൂബ് ചാനലിലൂടെ നൽകിയ വെളിപ്പെടുത്തലുകൾ അമ്മയിലെ ആഭ്യന്തര പ്രശ്നങ്ങളെ കൂടുതൽ പൊതുചർച്ചയിലേക്ക് കൊണ്ടുവരികയാണ്. സംഘടനയിൽ ജാതി വിവേചനവും മതപരമായ വേർതിരിവും നിലനിൽക്കുന്നുവെന്ന ഗുരുതര ആരോപണമാണ് അദ്ദേഹം ഉന്നയിച്ചത്. അൻസിബ ഹസൻ സംഘടനയ്ക്കുള്ളിൽ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ഒറ്റപ്പെടുന്നുവെന്നും ചിലർ അവരെ ജിഹാദി, തീവ്രവാദി തുടങ്ങിയ പരാമർശങ്ങളുടെ അധിക്ഷേപിച്ചുവെന്നുമാണ് അദ്ദേഹത്തിന്റെ ആരോപണം. ആലപ്പി അഷ്റഫിന്റെ വാക്കുകളിൽ ഏറ്റവും ശ്രദ്ധേയമായത് സംഘടനയുടെ തിരഞ്ഞെടുപ്പ് കാലത്ത് അൻസിബയുടെ സ്ഥാനാർത്ഥിത്വത്തെ എതിർത്ത് ജാതീയ പരാമർശം നടത്തിയതായി അദ്ദേഹം ഉന്നയിച്ച ആരോപണമാണ്. ഇതു സംബന്ധിച്ച് വ്യക്തമായ തെളിവുകളോ ഉദ്യോഗ അന്വേഷണ റിപ്പോർട്ടുകളോ നിലവിൽ പുറത്തു വന്നിട്ടില്ലെങ്കിലും അദ്ദേഹത്തിന്റെ പ്രസ്താവന വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. നടി നീന കുറുപ്പ് നൽകിയ പരാതിയും ഈ വിവാദങ്ങളുടെ ഭാഗമായി ശ്രദ്ധ നേടുകയാണ്. ടിനി ടോം പൊതുസ്ഥലത്ത് അസഭ്യവും അപമാനകരവുമായ ഭാഷ ഉപയോഗിച്ചുവെന്നും ആക്രമണോത്സുകമായി പെരുമാറുകയും പരാതിയിൽ ആരോപിക്കുന്നു. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ലെന്നും പല അവസരങ്ങളിലും സമാനമായ പെരുമാറ്റം ഉണ്ടായിട്ടുണ്ടെന്നും അവർ ആരോപിക്കുന്നു. എന്നാൽ ഈ ആരോപണങ്ങളോട് ബന്ധപ്പെട്ട അന്തിമ സത്യാവസ്ഥ ഔദ്യോഗിക അന്വേഷണങ്ങളുടെ മാത്രമേ വ്യക്തമാക്കുകയുള്ളൂ. അൻസിബയുടെ ശബ്ദ സന്ദേശവും സംഘടനയ്ക്കുള്ളിലെ അസ്വസ്ഥതകളെ തുറന്നുകാട്ടുന്നതായിരുന്നു. തനിക്ക് നീതി ലഭിക്കാത്തതിനാലാണ് പൊതുസമൂഹത്തിന് മുന്നിൽ എത്തിക്കേണ്ടി വന്നതെന്നും സാക്ഷികൾ ഉണ്ടായിട്ടും ചിലർ ആരോപണ വിധേയവരെ സംരക്ഷിക്കുകയാണെന്നും അവർ വേദനയോടെയാണ് ആരോപിച്ചത്. സ്ത്രീ അംഗങ്ങൾക്ക് പോലും നീതി ലഭിക്കാത്ത സാഹചര്യമാണുള്ളതെന്ന അവരുടെ പരാമർശം സംഘടനയുടെ പ്രവർത്തന രീതിയെക്കുറിച്ചുള്ള പുതിയ ചോദ്യങ്ങൾ ഉയർത്തുകയാണ്.